ഷംസീറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ രസകരമാണ് അല്ലേ. കാരായി രാജന് ഫസൽ വധത്തിൽ പങ്കില്ല എന്ന് എസ് ഡി പി ഐക്ക് അറിയാം. എസ് ഡി പി ഐക്ക് കൃത്യമായിട്ട് അറിയാം ഷംസീറെ. അതിൻ്റെ കേസിൻ്റെ നാൾവഴികളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ. അതുകൊണ്ട് തന്നെ കാരായി രാജന് തലശ്ശേരിയിൽ പരാജയപ്പെടുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കരുത്തനായ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം യു ഡി എഫിൻ്റെ ഒക്കെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അത് മാത്രമല്ല, തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയൊക്കെയാണ്, ഒക്കെ അറിയാം. പക്ഷേ ഇതിനിടയിൽ ഷംസീറിൻ്റെ ആ ഒരു എസ് ഡി പി ഐക്ക് അറിയാം കാരായി രാജൻ പ്രതിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കേസിൻ്റെ നാൾവഴികളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുമെന്ന് കണ്ണോടിച്ച് നോക്കേണ്ടി വരും ഷംസീറെ. കാരണം 2006 ഒരു ഈദ് പുലരിയിൽ അല്ലേ, ചെറിയ പെരുന്നാളിൻ്റെ ഒരു പുലരിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് കൊന്നുകളയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യത്തിൽ ഒരു മുസ്ലിമിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈദ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കുടുംബത്തോടൊപ്പമൊക്കെ, സുഹൃത്തുക്കളോടൊപ്പം, അതുപോലെ തന്നെ നാട്ടുകാർ ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കേണ്ട ഒരു സന്തോഷകരമായ ഒരു ദിവസം രാവിലെ സുബഹിയുടെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് കൊല്ലാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതൊക്കെ നല്ല ആ ഒരു കൃത്യമായിട്ട് നമുക്ക് അറിയാം ഷംസീറെ. അത് മാത്രമല്ല, ആ ഒരു കൊലപാതകം നടന്നിട്ട് ആ ഒരു എന്താ പറയുക, കാട്ടുതീ പടരുന്നത് പോലെ ആ ഒരു കൊലപാതക വിവരം അറിഞ്ഞപ്പോഴൊക്കെ ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള കാരായി രാജനൊക്കെ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അട്ടഹസിക്കുന്നത് നമ്മൾ കണ്ടാണ് അല്ലേ. RSSന്റെ പേര് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരിട്ട് കണ്ടതുപോലെയൊക്കെയാണ് എന്ത് ചെയ്ത് അന്ന് കാരായി രാജനും മറ്റൊക്കെ ഈ പറയുന്ന RSS ആണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, ആ ഒരു പ്രദേശത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലേ ഷംസീറെ ഈ പറയുന്ന ഫസലിൻ്റെ രക്തം പുരണ്ട തൂവാൽ ഒരു RSSകാരൻ്റെ വീട്ടിൽ കൊണ്ടിട്ടത്. അതൊക്കെ മറക്കാൻ പറ്റുമോ കേരള ജനതയ്ക്ക്? അതുകൊണ്ട് നീ ഈ സമയത്ത് നിൻ്റെ ആ ഒരു പുട്ട് കച്ചവടം ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചേക്ക്. കൃത്യമായിട്ട് എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാം. കാരണം അന്ന് കേരളം ഭരിക്കുന്നത് ഈ പറയുന്ന ഷംസീറ നിൻ്റെ പാർട്ടിയായിരുന്നു. അത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണനൊക്കെ ആയിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, ആ കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി എന്നുള്ളത് സത്യമാണ്. കാരണം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി, ആഭ്യന്തരം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലതും നടക്കുകയൊക്കെ ആയിരുന്നു, നിങ്ങൾ പലതും നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഒരു DYSP രാധാകൃഷ്ണനെയൊക്കെ നിങ്ങൾ എന്ത് വളരെ ക്രൂരമായിട്ട് വേട്ടയാടിയിട്ടില്ലേ. അയാൾ സത്യസന്ധമായിട്ട് ഇതിൻ്റെ ആ ഒരു കേസിൻ്റെ ഒരു പിന്നാമ്പുറങ്ങളെ പുറത്തെടുത്തിട്ടപ്പോൾ കാരായിയും അതുപോലെ തന്നെ കൂട്ടരൊക്കെ കുടുങ്ങുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അയാളെ മാറ്റിയെന്ന് മാത്രമല്ല, അയാൾ ക്രൂരമായിട്ട് നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. അയാൾ തന്നെ ഈ പറയുന്ന മീഡിയകൾക്ക് മുന്നിലൊക്കെ നിങ്ങളുടെ ക്രൂരമായ വേട്ടയാടലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. അത് മാത്രമല്ല, ഫസലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ദുരൂഹ സാഹചര്യത്തിലൊക്കെ കൊല്ലപ്പെടുന്നു, അതല്ലെങ്കിൽ മരണപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ കണ്ടില്ലേ. വെള്ളത്തിൽ മുങ്ങി മരിച്ചതും മറ്റൊക്കെ, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലൊക്കെ. അതിലൊക്കെ പിന്നിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. അവരവരുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഫസൽ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി മറ്റൊക്കെ ആയി പ്രവർത്തിച്ചതല്ലേ. നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതിൻ്റെ പേരിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. പല കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കൊലപാതകങ്ങൾ നിങ്ങളെ ശരിക്കും പിടിച്ച് കുലുക്കിയിരുന്നു. കാരണം CBI അന്വേഷിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ഫസലിൻ്റെ ഭാര്യ മറിയോ എന്ത് ചെയ്യാണ്, CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, അത് CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് CBI അന്വേഷിക്കുന്നത് മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി. എന്താവശ്യം? നിങ്ങളല്ലെങ്കിൽ കൊലപാതകം നടത്തിയത്, പിന്നെന്താ CBI അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷെ അതൊന്നും നടക്കാണ്ടായപ്പോഴല്ലേ ഈ കാരായി രാജനും അതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരന് കോടിസുനിയൊക്കെ കൂടുന്ന ഒരു 8 പേരെ കേസ് ഫയൽ ചെയ്ത് ഉള്ളിലിട്ടത്. അത് മാത്രമല്ല, ഈ കാരായി രാജനൊക്കെ 8-9 വർഷത്തോളം കണ്ണൂർ ജില്ലയിൽ കാലുകുത്താൻ പറ്റും, കുടുംബത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ എറണാകുളത്തോ മറ്റോ ആയിരുന്നില്ലേ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ അയാൾ പിന്നെ എവിടെയൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ട് ജയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് പിൻവലിക്കേണ്ടിയൊക്കെ വന്നില്ലേ, രാജിവെക്കേണ്ടിയൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം, പല കൊലപാതകങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഫസലിൻ്റെ കൊലപാതകം ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ നിങ്ങളെ തടതോട്ടപ്പനായിട്ടുള്ള പാർട്ടിയെ എന്താ പറയുക അണ്ടർവേർഡിനൊക്കെ കൈകാര്യം ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്ത കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയൊക്കെ
ക്ഷ ട ണ എന്ന് പറയുന്ന രീതിയിൽ വരപ്പിച്ചിട്ടില്ലേ ആ ഒരു പ്രസ്ഥാനം, ഫസലിൻ്റെ പ്രസ്ഥാനം അല്ലേ? എന്നിട്ട് നിങ്ങൾ പറയാണ് SDP അറിയാത് കാരായി രാജനല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ, ഷംസീർ ആണെങ്കിലും ഷംസീറിൻ്റെ പാർട്ടി ആണെങ്കിലും ഇനി അതല്ല UDF ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, SDP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ പ്രസ്ഥാനം നിങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ കേരളത്തിലുള്ള വെൽഫെയർ പാർട്ടിയോ ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന RMPയോ ഇനി മറ്റേതെങ്കിലും ഒരുപാട് ചെറു പാർട്ടികളുണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് SDP. ഞങ്ങളൊക്കെ എന്താ പറയുക, അങ്ങ് ഈ ചുരുട്ടി മടക്കി അങ്ങ് കക്ഷത്ത് വെക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. SDP സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, കേരള രാഷ്ട്രീയത്തിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇടപെടണം എന്നറിയുന്നത്, LDF എന്താണെന്നും UDF എന്താണെന്നും NDA എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതുകൊണ്ട് തലശ്ശേരിയിലെ വിഷയത്തിൽ, തലശ്ശേരിയിലെ മണ്ഡലത്തിൽ SDP സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ RSS വിരുദ്ധരായിട്ടുള്ള, സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള ഓരോരുത്തരും SDP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും RSS വിരുദ്ധതയുണ്ടെങ്കിൽ, സംഘപരിവാർ വിരുദ്ധതയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് RSS നടത്തുന്ന ഈ പറയുന്ന കോലാഹലങ്ങളും അതുപോലെ തന്നെ വിഭാഗീയതയും വംശഹത്യകൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിലും കാരായി രാജനെ പോലെയുള്ളവരെ പരാജയപ്പെടുത്തിയിട്ട് ഈ SDP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം SDP നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കണക്ക് കൂട്ടലുകൾക്ക് ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് കരുതണ്ട. കാരണം SDP സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും, ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശികമല്ല. ആ പാർട്ടിയുടെ ഐഡിയോളജി കൃത്യമായിട്ട് അവർ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ആ ഒരു പ്രസ്ഥാനം മാറുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം.